ഇത്തരത്തിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ എടുക്കുന്നത് കൊണ്ട് വേഗത്തിൽ ജോലി ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ ജോലി സ്ഥലത്ത് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായൊരു വിവരണം അവിടെ നൽകപ്പെടുന്നില്ല. ഇത്തരമൊരു കോഴ്സിൻ്റെ ആവശ്യമേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതത്ര സിമ്പിളായി പറഞ്ഞ് അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. ഒരു ജോബ് ഓറിയൻറ്റഡ് കോഴ്സ് എടുത്താൽ വേഗത്തിൽ ജോലി കിട്ടുമോ എന്നതായിരുന്നു ഈ വീഡിയോ സീരീസിൻ്റെ ആദ്യ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്തത്. കുറേ തിയറികൾ ബൈഹാർട്ടാക്കുന്ന കോഴ്സിനേക്കാൾ ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയ തിയറിക്കൊപ്പം പ്രാക്ടിക്കലും കേസ് സ്റ്റഡീസും ഒക്കെ ഉൾപ്പെടുന്ന ഒരു പാക്കേജ് ആയിരിക്കും എപ്പോഴും നമുക്ക് ഗുണം ചെയ്യുക. എന്നാൽ ഏതെങ്കിലും കോഴ്സ് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്താൽ മതിയോ? പോരാ. അവിടെ നാം രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, മികച്ച സാധ്യതകളുള്ള ഒരു കോഴ്സ്. രണ്ട്, നമ്മെ ജോലിക്ക് പ്രാപ്തമാക്കുന്ന രീതിയിൽ ജോബ് ഓറിയൻറ്റഡ് ട്രെയിനിങ്ങുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന മികച്ച ഒരു സ്ഥാപനം. +2 അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് വിദ്യാർത്ഥികൾ പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. സർ, ഏതാണ് നല്ല സ്കോപ്പുള്ള കോഴ്സ്? നല്ലൊരു കോഴ്സ് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കാറുണ്ട്. താൽക്കാലികമായ ട്രെൻഡുകൾക്ക് പിന്നാലെ പോകുന്നതിനേക്കാൾ നല്ലത് സുസ്ഥിരമായ വളർച്ചയുള്ള തൊഴിൽ മേഖലകൾക്ക് പ്രാധാന്യം നൽകുക എന്നുള്ളതാണ് പറയാനുള്ളത്. അത്തരത്തിലുള്ള കോഴ്സുകളായിരിക്കും നമുക്ക് കൂടുതൽ പ്രയോജനപ്പെടുക. കൂടാതെ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ അഭിരുചിക്കും നമ്മുടെ പാഷനും ഒക്കെ അനുയോജ്യമായ ഒരു കോഴ്സ് തന്നെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നാം തിരഞ്ഞെടുക്കുമ്പോൾ 3 കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1, ക്വാളിറ്റി ഓഫ് ടീച്ചിങ്. 2, വാല്യൂ ഓഫ് ദ സർട്ടിഫിക്കറ്റ്. 3, കരിയർ എൻഹാൻസ്മെൻറ്റ്. ക്വാളിറ്റി ഓഫ് ടീച്ചിങ് എന്നതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയിലെ വർഷങ്ങളായുള്ള എക്സ്പീരിയൻസിന് ശേഷം വരുന്ന അധ്യാപകർ തീർച്ചയായും ഈ രംഗത്തെക്കുറിച്ച് വളരെ നന്നായി വിശദീകരിക്കാൻ പ്രാപ്തിയുള്ളവരായിരിക്കും. ടെക്സ്റ്റ് ബുക്കുകളിലുള്ളതിന് പുറമെ തിയറി കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ കുറേ കൂടി നന്നായി ഇന്നത്തെ മാർക്കറ്റിനെക്കുറിച്ചും നാളത്തെ ട്രെൻഡിനെക്കുറിച്ചുമൊക്കെ വിശദീകരിക്കാൻ അവർക്കാവും. കൂടാതെ നല്ല ഒരു സ്ഥാപനത്തിൽ നിന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എല്ലായിടത്തും അംഗീകരിക്കപ്പെടുന്ന, എല്ലായിടത്തും സ്വീകാര്യമായ ഒരു നല്ല സർട്ടിഫിക്കറ്റ് തിരഞ്ഞെടുക്കുന്നത് നമുക്ക് ഗുണം ചെയ്യും. അതുപോലെ തന്നെ കേവലം ഒരു കോഴ്സ് കഴിഞ്ഞു ഒരു ജോലിയിൽ കയറി എന്നതിനേക്കാൾ ഉപരി അവരുടെ വളർച്ചയിൽ എപ്പോഴും അവരുടെ കൂടെ നിൽക്കുകയും അവിടെ നിന്നുള്ള തുടർ സാധ്യതകളിലേക്ക് അവസരങ്ങൾ നൽകിക്കൊണ്ട് എപ്പോഴും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനം ആയിരിക്കണം അത്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. സാധാരണഗതിയിൽ നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകാറാണ് പതിവ്. ആ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ കോഴ്സ് എന്നാണ് അവസാനിക്കുക? ആ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് അത് നമ്മുടെ ജീവിതത്തിൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക എന്ന് കൃത്യമായി ഒരു ദൂരക്കാഴ്ചയോടുകൂടി കണ്ട് കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും കൂടുതൽ അഭ്യുഗാമ്യം.